പണം കിട്ടാതെ മരിച്ചുപോയ ഫിലോമിന എന്ന 70-കാരി അവരുടെ മൃതദേഹവുമായി നടത്തിയ സമരം അതൊന്നും കേരളത്തിന് മറക്കാറായിട്ടില്ല. ഇത് പ്രധാനമന്ത്രി വന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കരുവന്നൂർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഫിലോമിനയുടെ മൃതദേഹം ഏന്തിക്കൊണ്ടുള്ള സമരം നമ്മുടെ മുന്നിലേക്ക് വരും. അങ്ങനെയാണ് അവിടെ ജനരോഷം അണപൊട്ടിയത്. മനുഷ്യപ്പറ്റുള്ള എല്ലാവരും കരുവന്നൂരിലെ പാവങ്ങൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചത്. അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമൊന്നുമില്ല. അതിൽ സ്ഥലം MLA ആയ മന്ത്രി ആർ ബിന്ദു ആദ്യം പറഞ്ഞത് എന്താണ്? പച്ചക്കള്ളമാണ് പറഞ്ഞത്. ചികിത്സയ്ക്ക് പണം കൊടുത്തുവെന്ന്. അത് വിവാദമായി കഴിഞ്ഞപ്പോഴാണ് അടിയന്തര സഹായമായ 2 ലക്ഷം രൂപ പിന്നീട് അവരുടെ നിക്ഷേപം അത്രയും കൊടുത്തത്. അതൊക്കെ കേരളം കണ്ടതാണ്. ഇതെല്ലാം അവിടെ നിലനിൽക്കുന്ന കരുവന്നൂരിലെ സത്യങ്ങളാണ്. ഇനി ഫിലോമിനയിൽ നിന്ന് എടച്ചാലി രാമനിലേക്ക് വന്നാൽ, എടച്ചാലി രാമൻ സ്ഥലം വിറ്റ 10 ലക്ഷം രൂപ അവിടെ നിക്ഷേപിച്ചതാണ്. വിവാഹിതനല്ല, ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്റെ സ്ഥലം വിറ്റ പണം അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു. പുറത്തിശ്ശേരി ശാഖയിലാണ് എടച്ചാലി രാമന്റെ നിക്ഷേപം. അദ്ദേഹത്തിന് തലച്ചോറിന് ഒരു അസുഖം വന്ന് സർജറിക്ക് ആവശ്യത്തിനായിട്ട് അപേക്ഷിക്കുന്നു. 3 ലക്ഷം വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ തുക കിട്ടുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. അതും വെറും 50,000 രൂപ. 50,000 രൂപ കിട്ടി 3-ാമത്തെ ദിവസം അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ബന്ധു മനോജാണ് ഇത് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സർക്കാരിനെതിരെ വന്ന് പറയുന്നത്. അത് പ്രധാനമന്ത്രി പറയിപ്പിച്ചതാണോ? അല്ലെങ്കിൽ ആലത്തൂരിലെ സ്ഥാനാർത്ഥി സരസു പറയിപ്പിച്ചതാണോ? ഒന്നുമല്ല. കൃത്യമായി കരുവന്നൂരിൽ ജനരോഷമുണ്ട്. ആ കരുവന്നൂർ വിഷയത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇനി മാപ്രാണ സ്വദേശി ശൈലജ, ഞാൻ 1-2 ഉദാഹരണങ്ങളെ പറയുന്നുള്ളൂ. മാപ്രാണ സ്വദേശി ശൈലജ 15 ലക്ഷം രൂപയാണ് കരുവന്നൂരിൽ കൊണ്ടുപോയിട്ടത്. മോന്റെ കല്യാണത്തിന് കിട്ടിയില്ല. ഇപ്പോഴും 5ഉം 10ഉം വീതമൊക്കെയാണ് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ 42 കോടി കൊടുത്തവരിൽ ഇവരൊന്നും പെടാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ED സമർപ്പിച്ച ആദ്യഘട്ട കുറ്റപത്രത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ആ കുറ്റപത്രത്തിൽ 12,000 പേജുണ്ട്. അതുകൊണ്ട് ഞാനത് മുഴുവനൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും 55 പ്രതികളുണ്ട്. ഇനിയിപ്പോൾ അന്വേഷണം നടക്കുന്നത് കൃത്യമായി ഇതിന്റെ സൂത്രധാരരായ പിന്നിൽ നിന്ന് കളിച്ച ആളുകളിലേക്കാണ്. ആ അന്വേഷണം എത്താൻ പോവുകയാണ്. അതിന്റെ ഒരു ഭയം ഇതിനകം തന്നെ പിടികൂടിയിട്ടുണ്ട് CPIM-ന്. അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ അവരിലേക്ക് കൃത്യമായ അന്വേഷണം എത്തുകയാണെങ്കിൽ കരുവന്നൂർ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമായി നിലനിൽക്കുക തന്നെ ചെയ്യും. ബോധമുള്ള മലയാളികൾ അത് മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണും. അപ്പോൾ കരുവന്നൂർ സ്വർണ്ണക്കടത്ത് മാസപ്പടി, ഇതിൽ സ്വർണ്ണക്കടത്ത് വിഷയം നേരത്തെയും പ്രധാനമന്ത്രി ഉന്നയിച്ചതാണ്. പക്ഷേ ഇന്ന് പറഞ്ഞതിൽ ഈ കരുവന്നൂരിനും മാസപ്പടിക്കും വെയിറ്റേജ് കൂടുതൽ തന്നെയാണ്. എന്തുകൊണ്ട് ഇരിങ്ങാലക്കുടയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന കരുവന്നൂർ എന്ന തൊട്ടടുത്ത ഗ്രാമത്തിലെ തട്ടിപ്പിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് നുണയാണ്, നിങ്ങൾ എങ്ങനെയാണ് പണം തിരിച്ചു കൊടുക്കാൻ പോകുന്നത്, നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നൊക്കെ പറയാറുന്നല്ലോ. ഒന്നും പറഞ്ഞില്ല പിണറായി വിജയൻ. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കടത്ത്